2026 ജനുവരി മാസം 7-8 തീയതികളിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ ആദ്യത്തെ എക്സ്ട്രാഓർഡിനറി കർദിനാൾമാരുടെ കൺസിസ്റ്ററി വിളിച്ചിരിക്കുകയാണ്. ഇന്നലെ നടന്ന 7-ാം തീയതി നടന്ന കർദിനാൾമാരുടെ യോഗത്തിൽ കൺസിസ്റ്ററിയിൽ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 245 കർദിനാൾമാരാണ് നിലവിൽ കത്തോലിക്ക സഭയിൽ വോട്ടവകാശമുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ളത്. ഇതിൽ 170ഓളം കർദിനാൾമാരാണ് ഇന്നലെ നടന്ന കൺസിസ്റ്ററിയിൽ കർദിനാൾമാരുടെ യോഗത്തിൽ മാർപ്പാപ്പയോട് ചേർന്ന് പങ്കെടുത്തത്. അതിന്റെ ഈ കൺസിസ്റ്ററിയുടെ ഒന്നാമത്തെ ഭാഗം നടന്നത് വത്തിക്കാനിലെ സിനഡ് ഹാളിൽ വെച്ചായിരുന്നു. ഇന്നലെ ചർച്ചയ്ക്കെടുത്ത പ്രധാന വിഷയം എന്ന് പറയുന്നത് സിനഡും സിനഡാലിറ്റിയെ കുറിച്ചാണ്. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക് പ്രബോധനമായ ഇവാഞ്ചലി ഗൗദിയം, അതായത് ജോയ് ഓഫ് ദ ഗോസ്പൽ എന്ന പ്രബോധനത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള സഭയുടെ ഇന്നത്തെ സുവിശേഷവൽക്കരണവും അതുപോലെ തന്നെ മിഷൻ പ്രവർത്തനത്തെ കുറിച്ചാണ്. അതുപോലെ തന്നെ ഇത് വേറിട്ട വിഷയങ്ങളല്ലെന്നും അത് ഒറ്റപ്പെട്ട വിഷയങ്ങളല്ലെന്നും പരസ്പരം ബന്ധിതമാണെന്നും വത്തിക്കാൻ പ്രസ് കോൺഫറൻസിന്റെ ഡയറക്ടറായ മത്യോ ബ്രൂണി പ്രത്യേകമായിട്ട് സൂചിപ്പിക്കുകയുമുണ്ടായി. കൺസിസ്റ്ററി യോഗം ആരംഭിച്ചത് വിയനി ക്രിയേറ്റർ പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥനാ ഗീതം ആലപിച്ചുകൊണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലെ 6-ാം അധ്യായം 45 മുതൽ 52 വരെയുള്ള തിരുവചന ഭാഗം ഈ കൺസിസ്റ്ററിൽ പ്രത്യേകം വായിക്കുകയുണ്ടായി. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കാറ്റിനെ ശാന്തമാക്കുന്ന യേശുവിന്റെ രംഗമാണ് ഈ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. പിന്നീട് കർദിനാൾമാരുടെ സംഘത്തിലെ ഡീനായ കർദിനാൾ ജുവാനി ബാത്തിസ്ത റേ പ്രത്യേകമായിട്ട് ആശംസ നേരുകയുണ്ടായി. പ്രത്യേകിച്ച് കർദിനാൾമാരോട് ഡീനായ ജുവാനി ബാത്തിസ്ത റേ നമ്മൾ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നത് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായുടെ അന്തിമ ഉപചാരത്തിൽ പ്രത്യേകമായിട്ട് ചരമസമയത്ത് പ്രത്യേകമായിട്ട് വിശുദ്ധ ബലിമർത്തിയെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് നല്ല സന്ദേശം നൽകിയ കർദിനാൾ ആണ് ഡീനായ ജോവാനി ബാത്തിസ്ത റേ. അതോടൊപ്പം തന്നെ ഈ കൺസിസ്റ്ററിയിൽ ഡൊമിനിക്കൻ കർദിനാളായ തിമോത്തി റാഡ്ക്ലിഫ് ധ്യാന ചിന്തകൾ നൽകുകയുണ്ടായി. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞൊരു കാര്യം, പരിശുദ്ധ പിതാവിനെ സഹായിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന നമ്മൾ സ്നേഹത്തിലും സമാധാനത്തിലും വേരൂന്നി വളരേണ്ടതിന്റെയും യുദ്ധവും അതോടൊപ്പം തന്നെ അതിക്രമങ്ങളും ദാരിദ്ര്യവും വർദ്ധിച്ചു വരുന്ന ഈ ലോകത്തിൽ സ്നേഹവും സമാധാനവും കെട്ടിപ്പടുക്കുന്ന ഒരു സമൂഹമായി മാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ഒപ്പം തിരുസഭയുടെ ഈ മേഖലയിലുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചും യോഹന്നാന്റെ സുവിശേഷത്തെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് പ്രത്യേകമായ ഒരു ധ്യാനചിന്ത നൽകുകയുണ്ടായി. ഈ യോഗത്തിൽ മാർപ്പാപ്പയുടെ ഒപ്പം അധ്യക്ഷത വഹിച്ചത് സലേഷ്യൻ കാർഡിനലായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോൺസെക്രേറ്റഡ് ലൈഫ് എന്ന കാര്യാലയത്തിന്റെ പ്രോ പ്രിഫെക്റ്റായ ആഞ്ചലോ ഫെർണാണ്ടസ് അർത്തിമേ ആണ്. ഈ കൺസിസ്റ്ററിയുടെ 2ാം ഭാഗ ചർച്ചകൾ നടന്നത് വത്തിക്കാനിലെ പോൾ 6-ാമൻ മാർപ്പാപ്പ പേരിലുള്ള ഹാളിൽ വെച്ചാണ്. ഇവിടെ നടന്ന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഒരു കാര്യം അവർ ക്രമീകരിക്കുകയുണ്ടായി. അതായത് വിവിധ ഭാഷകളുടെ അടിസ്ഥാനത്തിൽ 20 ഗ്രൂപ്പുകളായി കർദിനാൾമാരെ തിരിച്ചുകൊണ്ട് ടേബിൾ റൗണ്ട് ഡിസ്കഷൻസ് ഒക്കെ നടന്നു. അതിൽ 2 പ്രധാന വിഷയങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു മുഖ്യമായും ചർച്ചകൾ നടന്നത്. സിനഡ് ആൻഡ് സിനഡാലിറ്റി, അതോടൊപ്പം തന്നെ സഭയുടെ സുവിശേഷ പ്രേക്ഷിത വേലയെക്കുറിച്ച് എവാഞ്ചലി ഗൗദിയം എന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അപ്പസ്തോലിക പ്രബോധനത്തെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് പ്രധാനമായും നടന്നത്. അതിനുശേഷം ചർച്ചകൾക്ക് ശേഷം ഓരോ ഗ്രൂപ്പുകളുടെ റിപ്പോർട്ടുകൾ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ മുമ്പാകെ അവതരിപ്പിക്കുകയുണ്ടായി. ഈ കൺസിസ്റ്ററിയിൽ പരിശുദ്ധ പിതാവ് ലിയോ 14 മാർപ്പാപ്പയുടെ സന്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, പാപ്പ പറയുകയുണ്ടായി, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഐ ആം ഹിയർ ടു ലിസൺ ടു യു, ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളെ ശ്രവിക്കുവാനാണ് എന്നാണ്. പരിശുദ്ധ പിതാവ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ സന്ദേശത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. പരിശുദ്ധ പിതാവ് തന്റെ സന്ദേശം ആരംഭിക്കുന്നത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 60-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടും അതോടൊപ്പം തന്നെ 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണരേഖയായ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയുടെ 1-ാം ഭാഗം എടുത്തുദ്ധരിച്ചുകൊണ്ടുമാണ്. ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, ക്രിസ്തു മാനവരാശിയുടെ മുഴുവൻ്റെയും ലോകത്തിൻ്റെ മുഴുവൻ്റെയും പ്രകാശമാണെന്നും ആ ക്രിസ്തുവിൻ്റെ പ്രകാശം അന്ധകാരത്തെ നീക്കുന്നുവെന്നും
ഈ ക്രിസ്തുവിൻ്റെ പ്രകാശം മനുഷ്യര വംശം മുഴുവനും അറിയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുമാണ് പ്രത്യേകമായി ഈ സന്ദേശത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ പിതാവ് വ്യക്തമാക്കിയത്. അതായത് പോൾ ആറാമൻ മാർപ്പാപ്പയിൽ നിന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ നോക്കുമ്പോൾ ഒന്നാമതായിട്ട് എടുത്തു പറയേണ്ടത് പോൾ ആറാമൻ മാർപ്പാപ്പയുടെയും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും കാലഘട്ടത്തിൽ ക്രിസ്തു ലോകത്തിൻ്റെ പ്രകാശമാണെന്നുള്ള സത്യം എടുത്തു പറഞ്ഞുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സുവിശേഷ പ്രവർത്തനത്തിലൂടെ അത് സഭയെ വളരെ ശക്തമായ രീതിയിൽ തന്നെ സുവിശേഷം പ്രസംഗിക്കുവാനും അനേകം വിശ്വാസികളെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാനുമായിട്ട് നയിച്ചു എന്ന് പരിശുദ്ധ പിതാവ് ഊന്നി പറയുകയുണ്ടായി. എന്നാൽ ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയുടെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും കാലഘട്ടത്തിൽ ഈ ചിന്തകൾ പ്രധാനമായും രൂപപ്പെട്ടിരിക്കുന്നത് അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണം എന്ന ഒരു കാര്യത്തിലൂടെയാണ്. അതായത് സഭാത്മകമായ ജീവിതത്തിലൂടെയും കൗദാശികമായ ജീവിതത്തിലൂടെയും നമ്മുടെ സാക്ഷ്യ ജീവിതത്തിലൂടെയും സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിലൂടെയും മറ്റുള്ളവർ യേശുവിലേക്ക് ആകർഷിക്കപ്പെടണം എന്ന ഒരു കാര്യമാണ് മാർപ്പാപ്പ വ്യക്തമാക്കിയത്. അതിൽ മാർപ്പാപ്പ എടുത്തു പറഞ്ഞൊരു കാര്യം, ഈ ആകർഷണം സംഭവിക്കാൻ ഇടയാകുന്നത് പരിശുദ്ധാത്മാവ് നമ്മിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവാണ് ഇതിൻ്റെ ചാലകശക്തി, ഈ സ്നേഹത്തിൻ്റെ ചാലകശക്തി. അതുകൊണ്ട് തന്നെ നമ്മൾ സാക്ഷി ജീവിതം സ്നേഹത്തിൽ അധിഷ്ഠിതമായി നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിലൂടെ യേശുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിച്ചു കൊള്ളുമെന്നാണ് പരിശുദ്ധ പിതാവ് വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം പരിശുദ്ധ പിതാവ് എടുത്തു പറഞ്ഞത്, അനൈക്യവും വിഭാഗീയതയും ഉള്ളിടത്ത് ആകർഷത്തിന് പകരം അകൽച്ചയായിരിക്കും സംഭവിക്കുക. അതുകൊണ്ട് സ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചുകൊണ്ട് സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി പരിശുദ്ധ പിതാവ് പ്രത്യേകമായിട്ട് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. ഈ ദിവസങ്ങളിൽ സഭയുടെ ഇന്നത്തെ ലോകത്തിലുള്ള സഭയുടെ ദൗത്യം, അതോടൊപ്പം തന്നെ സിനഡും സിനഡാലിറ്റിയും, അതോടൊപ്പം തന്നെ സുവിശേഷവൽക്കരണം, പ്രേക്ഷിത പ്രവർത്തനം, അതോടൊപ്പം തന്നെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചകോടിയായ ആരാധന ക്രമത്തിൻ്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകൾ ഈ ദിവസങ്ങളിൽ ഈ കൺസിസ്റ്ററിയിൽ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും. പ്രത്യേകമായി ഈ ചർച്ചകൾ ഈ ദിവസങ്ങളിൽ നടക്കുമ്പോൾ നമുക്കൊന്നു ചേർന്ന് സഭയ്ക്ക് വേണ്ടി, ഈ കൺസിസ്റ്ററിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. വത്തിക്കാനിൽ നിന്നും ഗുഡ്നസ് ചാനലിന് വേണ്ടി ഫാദർ ജോബി പോളിനോടൊപ്പം ഫാദർ ജോജി പോൾ.